ഗുരുവായൂർ ഉത്സവത്തിൻ്റെ 10ാം നാളാണ് ആറാട്ട് നടക്കുന്നത്. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച ഭഗവാൻ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഉണരുന്നു. അന്ന് സ്വർണത്തിൽ തീർത്ത ഉത്സവ വിഗ്രഹമാണ് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത്. ദുഷ്ടമനസ്സുകളെ നിഗ്രഹം ചെയ്ത് നല്ല സൽബുദ്ധി, നല്ല മനസ്സ് ജനങ്ങൾക്ക് കൊടുത്ത് ഭഗവാൻ ക്ഷീണിതനായിട്ട് ഭഗവാനെ ഉറക്കുന്ന ചടങ്ങാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. ആ ഉറങ്ങൽ കഴിഞ്ഞ് രാവിലെ ഭഗവാനെ ഉണർത്തി മൂലം സിബിക്കാക്കി ഇന്ന് വൈകുന്നേരം ആറാണ്. വൈകിട്ടോടെ നഗരപ്രദക്ഷിണം തുടങ്ങുന്നു. പഞ്ചവാദ്യത്തോടു കൂടിയാണ് പ്രദക്ഷിണം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ്. ഭൂലോക വൈകുണ്ഠം, നമ്മുടെ ഈ കലിയുഗത്തിൽ ഭൂലോക വൈകുണ്ഠം എന്ന് തന്നെ പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് അഭൂതപൂർവമായ തിരക്കാണ് ഓരോ ദിവസവും ഇവിടെ അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോവിഡിന് ശേഷം പ്രത്യേകിച്ച് എന്നാണ് തിരക്കില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. അത്ര തിരക്കാണ്. തുടർന്ന് തിടമ്പ് ഭഗവതി അമ്പലത്തിലൂടെ ആറാട്ടുകടവിൽ എത്തിക്കും. ഇരിങ്ങിപ്പുറത്തെ തമ്പുരാൻ പടിക്കൽ കിട്ടയുടെ അനന്തരാവകാശികളും ഭക്തജനങ്ങളും ഇളനീർ കൊണ്ടുവരും. തന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കും. ആറാട്ടുതിടമ്പിൽ മഞ്ഞളും ഇളനീരും കൊണ്ട് അഭിഷേകം നടത്തുന്നു. അതിനുശേഷം രുദ്രതീർത്ഥക്കുളത്തിൽ ഭഗവാന്റെ വിഗ്രഹവുമായി 3 പ്രാവശ്യം തന്ത്രിയും മേൽശാന്തിയും ഓദിക്കന്മാരും കീഴ്ശാന്തിക്കാരും മുങ്ങുന്നു. ഭഗവാന്റെ ആറാട്ടു കഴിഞ്ഞാൽ പരിപാവനമായ തീർത്ഥത്തിൽ ഭക്തർക്ക് മുങ്ങിക്കയറാൻ അവസരമുണ്ട്. ആറാട്ടിനു ശേഷം ഭഗവതി അമ്പലത്തിൽ ഉച്ചപൂജ. ആറാട്ട് ദിവസം മാത്രമേ ഭഗവാൻ ശ്രീലകത്തിന് പുറത്ത് ഉച്ചപൂജ പതിവുള്ളൂ. അതിനുശേഷം കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു പ്രവേശിച്ച് 11 വട്ടം ഓട്ടപ്രദക്ഷിണം നടക്കുന്നു. ഇതോടുകൂടിയാണ് 10 നാൾ നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറക്കം.